ഹലോ മൈ ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ്. അപ്പം നമ്മളുടെ സ്റ്റോറിൻ്റെ പേരാണ് ശിവ സ്റ്റോർ ഗൈസ്. അപ്പം നമുക്കൊരു മാർബിൾ കേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ ഈ സമയം കഴിഞ്ഞത് ഇത് കിട്ടുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ഗാർബേജ് ഒക്കെ ഉണ്ട്, ഇത് എടുക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഇതാക്കാം. ഇതെന്താ സെറിലെ ഗൈസ്. അപ്പം ഈ സാധനം പ്ലേസ് ചെയ്യാം. പ്ലേസ് നമുക്ക് ഇനി ഇത് ഇവിടെ അല്ല, ഇവിടെ ഡസ്റ്റ്ബിന്നൊന്നുമില്ലേ, ഇതിലല്ലേ ത്രോ, ഇവിടെ ഇത് കാണിക്കില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടെ ഇടാം സാധനം. ഇപ്പോൾ എന്നിട്ട് ഇതെന്താ ഇത് ഇവിടെ തന്നെ വെക്കാം. അത് എപ്പോഴാണ് ആവശ്യം? ഇത് എങ്ങോട്ടാണ് ഉണ്ട് പോകുന്നത്? നമുക്ക് ഇവിടെ തന്നെ വെക്കാം. എന്നിട്ട് ഈ സാധനം സൈഡിലേക്ക് ഗേസ്. ഇപ്പം ഇതാണ് സ്റ്റോറേജ് റൂം. ഇത് എത്ര ലെവലിൽ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇതെടുക്കാം. പൈസ ഉണ്ടെങ്കിൽ എന്തും ഓർഡർ ചെയ്യാം, പൈസ ഇല്ലെങ്കിൽ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഓപ്പൺ ആക്കാം. ഉള്ള സാധനം വെച്ചിട്ട് ആരെയും വരുമോ നോക്കി നോക്കാം. ഹലോ ചേട്ടന്മാർ, ആരെങ്കിലും ഒന്ന് ഓടിയോ ചേട്ടന്മാർ? യെസ്, ആരെയും വന്നാൽ തരുന്നു. ഇവിടെ സംഭവം ഉണ്ടോ? ഇത് കളയാനുള്ള കാണ്ട് ത്രോ ഹിയർ. നമുക്ക് ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ കണ്ട് ഇത് ഇങ്ങോട്ടാക്കാൻ പറ്റുമോ? ക്ലോസ്. നമുക്ക് ത്രോ എടുത്ത് നോക്കിയാലോ? ഗൈസ്, ത്രോയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത്. 2-3 ആൾ വന്നിട്ടുണ്ട്. ഹലോ ലോനപ്പൻ ചേട്ടാ, സുഖല്ലേ? ഹലോടാ, നിന്നെ കണ്ടിട്ട് കുറേ അല്ലോ. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ വലിയ മുതലാളിയായില്ലേ? ഇന്നലേട്ടാ, ജീവിതത്തിന്റെ ഓരോ കഷ്ടപ്പാടല്ലേ. എനിക്കൊരു പാർട്ട്ണർഷിപ്പ് ഇടുവോ ഈ സൂപ്പർ മാർക്കറ്റിലേക്ക്? ചേട്ടന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാട്ടോ കേട്ടോ. ഓക്കെ ശരിയാടാ, നമുക്ക് പിന്നെ കാണാം കേട്ടോ. എന്നാ ശരി ചേട്ടാ. ബാക്കിലെ ആളിക്കുന്നു. ഹലോ ചേച്ചി, കൊറേ എല്ലാം കണ്ടിട്ട് ഇപ്പൊ കാണാനൊന്നുമില്ലല്ലോ. നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെയൊന്നും പറഞ്ഞ് കളിയാക്കല്ലേ ചേച്ചി. ശരിയാടാ, നമുക്ക് പിന്നെ കാണാം. ചേട്ടാ സാധനം വേഗം എടുത്തിട്ടാ. അടുക്കല്ലടാ, നിനക്കൊന്നും കണ്ണുകൊണ്ട് കണ്ടുകൂടെടാ. എല്ലാവരും ഈ ചേട്ടനെ പോലെ കാർഡ് തരണം കേട്ടോ. ഇതാ ചേട്ടാ കാർഡ്. ഭാർഗവൻ ചേട്ടന്റെ മോനല്ലേടാ? ചേട്ടാ ചേട്ടനെ എങ്ങനെ മനസ്സിലായി? നിന്റെ അച്ഛനല്ലേ എല്ലാ ദിവസവും ഇവിടുന്ന് പുട്ടുപൊടി കൊണ്ടുപോലെ. ചേട്ടാ ബൈ. മോനെ ഒന്ന് വേഗം ബില്ലിട്, എനിക്ക് ഇവിടെ പോയിട്ട് അത്യാവശ്യമുണ്ട്. അടിക്കാൻ ചേച്ചി. പിന്നെ ചേച്ചീനെ എവിടെയൊക്കെ ഉണ്ട് നല്ല പരിചയം. എന്താ ഇത് പോയാ? ചേട്ടാ, ചേട്ടന് ഈ ചേട്ടന് ചേച്ചി ഒന്ന് സോറി ചേട്ടാ. ചേച്ചി ഈ നമ്മുടെ ഈ ലോഡ്ജിലുള്ളതല്ലേ ചേച്ചി? അല്ലല്ല, ഞാൻ വേറെ സിറ്റിയിൽ നിന്ന് വന്നതാണ്. എനിക്ക് തോന്നി ചേച്ചി ലോഡ്ജിൽ നിന്ന് വന്നതാണ്. ചേച്ചി പോയി കേസ്, നമുക്കൊന്ന് കടന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ അധികം ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തന്നെ ഒരു പർച്ചേസാണ്. സാധനങ്ങളൊക്കെ എല്ലാവരും നമുക്കിതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയേക്കാം. നമുക്ക് ഇവിടെ കണ്ട നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. 5 ഡിഗ്രി 45 ഡിഗ്രി നമുക്കിങ്ങനെ വെക്കാം. ആൾക്കാർ വേഗം എടുക്കുന്നൊരു ഡയറക്ഷനിൽ വെക്കണം. നമ്മൾ ഇങ്ങനെ മെല്ലെ തിരിക്കാൻ പാടുള്ളൂ. നമുക്കിങ്ങനെ തിരിക്കാം. ഈ ഒരു സെറ്റാണ്, ഇത് സെറ്റാണ്. നമുക്ക് ഇപ്പം ഇവിടെ ഷെൽഫ് വെക്കാം. നമുക്ക് കമ്പ്യൂട്ടറിൽ പോയിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം. പൈസ ഇഷ്ടം പോലെ കിടക്കല്ലേ, നമുക്കെല്ലാം ഓർഡർ ചെയ്ത് വാരി കൂട്ടാം ഗൈസ്. ഇതൊക്കെ ഓർഡർ ചെയ്യാം, ഒന്നും വേണ്ട. ബൈ. അല്ല പിന്നെ ഗൈസ്, നമ്മൾ അപ്പം കട ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടി. നമുക്ക് ഗൈസ്, നമുക്ക് സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇതാക്കി വെക്കാം മൊത്തം. എന്നിട്ട് നമുക്ക് ത്രോ ചെയ്യാം ബേസ്മെൻറ്റിലേക്ക്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഇതെന്താണ്? ഇതെന്താണ് എനിക്ക് കുറച്ച് അറിയില്ല. നമുക്കിതെന്തായാലും തട്ടാം. ഇതൊക്കെ നമ്മുടെ സുഗന്ധൻ ചേട്ടൻ്റെ ഇവിടുന്ന് വരുന്നതാണ്. അപ്പം വേണ്ടവരൊക്കെ ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്താൽ മതി. മുപ്പരാൾ ഡിസ്കൗണ്ടിൽ തരുന്നതല്ല, മുപ്പരാൾ ഞാൻ വഴിയേ വിൽക്കലുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിതും ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയിടാം.
ഇതെന്താ ഇങ്ങോട്ട് വിടാതെ വിടാം. ഇതല്ല സോറി ഇതാക്കാം. ഈ ഓയില് എല്ലാവരും വാങ്ങുന്നതാണ് ഈ പൊരിച്ചതും കരിച്ചതൊക്കെ തിന്നുമ്പോൾ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ. ഇപ്പം ഓയിൽ കുറേ വേണം. ചിക്കനുള്ള സ്ഥലത്ത് ഓയിലുണ്ടാവുള്ളൂ, മീനുള്ള സ്ഥലത്തും ഓയിലുണ്ടാവും. പൊരിക്കുന്ന സാധനങ്ങളൊക്കെ ഓയിലുണ്ട്. അപ്പം ഓയിൽ മുഖ്യം ബിഗിലേ ഗേസ്. അപ്പം ഇതും കളയാം. നമുക്ക് മൈദപ്പൊടി എടുക്കാം. നല്ല രാത്രി ആവുന്ന പോലെ ചെറിയൊരു എന്താണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും മൈദയും കൂടി വെക്കാം. മൈദ വെക്കാം. അയ്യോ ഞാൻ ഇപ്പം ഇങ്ങനെ എടുക്കുന്നത്. അയ്യോ കേസ് നമുക്കിത് എന്തായാലും കൊണ്ടുവരാം. ഞാൻ പുതിയൊരു CCTV ഫിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റോറും കൂടി വിലയ്ക്ക് വാങ്ങണം. പൈസ ഉണ്ടായില്ല കേസ്. നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്യാൻ കട എല്ലാവരും പറ്റേ. പിന്നെ നമുക്ക് ചില സാധനമൊക്കെ സ്ഥലം മാറ്റിയൊക്കെ ഉണ്ട്. ഈ സാധനം കേസ് അപ്പം ഒരാൾ വന്നിട്ട് വാങ്ങിയിട്ടുണ്ട്. ചേട്ടാ അപ്പം നമ്മൾ എടുത്തിട്ട് നമുക്ക് എന്തായാലും രാത്രി ആവാനായി. എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്നുണ്ട്. കാരണം നമ്മൾ കുറേ നേരമായല്ലോ. രാവിലെ തൊട്ട് കുടിച്ചിരിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ മാത്രമാണ് വീട്ടിൽ പോയത്. നമുക്കങ്ങനെ എന്തായാലും നമുക്ക് സംഭവം ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഞാൻ വേണ്ട, ഈ 2 ചേച്ചിമാർക്ക് മാത്രം ഇട്ട് കൊടുക്കാം. നീ ആ സാധനങ്ങളൊക്കെ വേഗം പറക്കിയിടേ. എൻ്റെ അമ്മ നേരത്തെ തന്നില് നല്ല അടിയൊക്കെ വരും. ഇപ്പോൾ തരേച്ചി ഇപ്പം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കൊന്നും വേണ്ട. നേരെ ക്രെഡിറ്റ് കാർഡ് എനിക്കും ഒരു ഉറക്കം വരുന്നുണ്ട്. നമുക്കെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേസ്. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.